സുധാകരനോടുള്ള കടുത്ത അതൃപ്തിയിൽ കെ സുധാകരൻ പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ കണ്ണൂരിലെ വീട്ടിൽ തുടരുന്നു. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ച വരെ മറ്റ് പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് സുധാകരന്റെ നിലപാട്. അണികളെയും അനുയായികളായ നേതാക്കളെയും ഉപയോഗിച്ച് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് നീക്കം. ഏത് ഫോർമുല വെച്ചാലും അനുനയത്തിനില്ലെന്ന നിലപാടിലാണ് സുധാകരൻ. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, സുധാകരൻ ഉയർത്തിയിട്ടുള്ള കലാപക്കൊടി, അതിൽ പുതിയ അനുനയ നീക്കങ്ങൾ ഫലം കാണുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം അത് താൻ ഉദ്ദേശിച്ചതല്ല എന്ന് പോലും സുധാകരൻ പറഞ്ഞ് കൈയൊഴിയുന്നുണ്ട്. പക്ഷേ അനുയായികളെ വെച്ചുകൊണ്ടുള്ള സമ്മർദ്ദം, അതാണോ ഇനി കാണാൻ പോകുന്നത്? തിങ്കളാഴ്ചത്തെ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ച, അതിലെത്രത്തോളം പ്രതീക്ഷയുണ്ട്? സുധാകരൻ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള കലാപക്കൊടി അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ തിങ്കളാഴ്ച വരേക്കും പ്രഖ്യാപിച്ച സ്ഥിതിയിൽ തന്നെയാണുള്ളത്. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അവസ്ഥ വരെയും അല്ലെങ്കിൽ ആ ഒരു സമയം വരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തന്നെ മുതിരേണ്ടതില്ല എന്നുള്ള സമീപനം സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് സുധാകരൻ ഇപ്പോഴും നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയും മറ്റ് മുതിർന്ന നേതാക്കളും ഒക്കെ ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുമ്പോഴും സുധാകരൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. സുധാകരന്റെ അനുയായികളായിട്ടുള്ളവരും നേതാക്കളായിട്ടുള്ള ചിലരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിമിഷം വരെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനകത്തും കണ്ണൂരിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണം ആ ഫേസ്ബുക്ക് പോസ്റ്റിലുമില്ല. പക്ഷേ കണ്ണൂരുമായിട്ടുള്ള വൈകാരിക ബന്ധം സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റായിരുന്നു. അതിൽ കവിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണവും സുധാകരൻ ഈ നിമിഷം വരെയും നടത്തിയിട്ടില്ല. നേരത്തെ, അതായത് ഈ പറയുന്ന സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ താൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സുധാകരൻ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായി കണ്ണൂരിലെ വീട്ടിലുണ്ടായിട്ട് കൂടി അവിടെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിട്ടും പുറത്തേക്ക് വന്ന് ഒരു കാര്യത്തിൽ അഭിപ്രായം, തനിക്ക് ഇങ്ങനൊരു അഭിപ്രായമില്ല അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായമല്ല, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, മറ്റ് നേതാക്കളൊക്കെ പറയുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത നിഷേധിച്ചുകൊണ്ട് സുധാകരൻ ഇട്ടിട്ടില്ല. എന്തായാലും സുധാകരൻ കടുത്ത അതൃപ്തിയിലും അമർഷത്തിലുമാണ്. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച വരെയും ഒരു തരത്തിലുമുള്ള പ്രതികരണത്തിന് മുതിരേണ്ടതില്ല. നേതാക്കൾ ഏത് ഫോർമുല വെച്ചാലും അത് ആ സമയത്ത് ആലോചിക്കാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് സുധാകരൻ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നേതൃത്വം പ്രതീക്ഷിക്കുന്നത് സുധാകരന് കൂടി താല്പര്യമുള്ള ഒരാളെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. പക്ഷേ സുധാകരൻ ഈ ഘട്ടത്തിൽ പോലും അങ്ങനെയൊരു താല്പര്യം അല്ലെങ്കിൽ തനിക്ക് താല്പര്യമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിയും എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ താൻ മത്സരിക്കുന്നില്ല എങ്കിൽ കടുത്ത നിലപാട് സുധാകരൻ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ വേണ്ടി കഴിയുന്നത്. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പിണക്കം മാറാതെ സുധാകരൻ നിൽക്കുമ്പോൾ പാർട്ടിയുടെ നീക്കങ്ങളാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്.